ഹായ് മുത്തുമണീസ്. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് കോവക്ക തോരനാണ്. കോവക്ക കൊണ്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു തോരനാട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ കുറച്ച് കോവക്ക ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല എരിവുള്ള മുളകായതുകൊണ്ട് കേട്ടോ ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ എടുക്കണ മുളകിൻ്റെ എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടി കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക കേട്ടോ. ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയേ. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച കോവക്കയിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ചതച്ച് വെച്ച തേങ്ങ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. കോവക്കയിലുള്ള വെള്ളം നന്നായിട്ടൊന്ന് ഇറങ്ങി വരാനും പിന്നെ നമ്മൾ ചതച്ച് വെച്ച നമ്മൾ അരപ്പ് ആ കോവക്കയിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാനും വേണ്ടിയിട്ടുണ്ട് അതുപോലെ മിക്സ് ചെയ്തെടുക്കണത്. ഇപ്പം ഞാൻ ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കും. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കണ്ടേ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോവക്ക കൂടി ഇട്ട് കൊടുക്കണ്ടേ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ടേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കോവക്കയിൽ തന്നെ നന്നായിട്ട് വെള്ളം ഉണ്ടാവും കേട്ടോ വെന്ത് വരുമ്പോൾ. ആ വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള കോവക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ വെള്ളമൊന്നും ഇല്ലാതെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഞാൻ ഇപ്പം ഇവിടെ തീ കുറച്ച് വെക്കാൻ വേണ്ടി മറന്നു പോയിട്ടോ അത് ചെയ്തപ്പം. അതുകൊണ്ട് കുറച്ചൊന്ന് അടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. എന്നാലും കുഴപ്പമില്ല. നമ്മൾ അടിപൊളിയായിട്ടുള്ള കോവക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ചോറിൻ്റെ കൂടെയൊക്കെ അത് കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് കേട്ടോ കോവക്ക തോരന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.